പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസംഗിച്ച വടക്കുംനാഥ ക്ഷേത്ര പരിസരം ചാണകവെള്ളം തളിക്കാൻ യൂത്ത് കോൺഗ്രസ് ബി.ജെ.പി. പ്രവർത്തകർ തടയുന്നു. മനോജ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. മനോജ്, കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള വലിയൊരു ജനസാഗരമായിരുന്നു പ്രധാനമന്ത്രി പങ്കെടുത്ത പരിപാടിയിൽ ഉണ്ടായിരുന്നത് വടക്കുംനാഥ ക്ഷേത്ര മൈതാനം, തേക്കിൻകാട് മൈതാനത്ത്. ആ സ്ഥലത്താണ് ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ ചാണകവെള്ളം തളിക്കുന്നത്. ബി.ജെ.പി. പ്രതിഷേധവും തുടരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്താണ് അവിടെ നൽകാൻ വിവരം? തീർച്ചയായും രജനി, കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി പങ്കെടുത്ത ഈ പരിപാടി വളരെ വിജയമായിരുന്നു. നിരവധി വനിതകളായിരുന്നു ഇവിടെ പങ്കെടുത്തത്. അതിനുശേഷമാണ് ഇത്തരത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരും അതുപോലെ തന്നെ KSUവിന്റെ പ്രവർത്തകരും പ്രധാനമന്ത്രി പ്രസംഗിച്ച വേദിക്കരിയിലേക്ക് ചാണകവെള്ളം തളിക്കുവാനായി ഇവിടേക്ക് എത്തിയത്. തുടർന്ന് BJP പ്രവർത്തകർ ഇവിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ തടഞ്ഞു. ഇപ്പോൾ നിലവിൽ പോലീസും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും BJP പ്രവർത്തകരും ഇവിടെ തന്നെയുണ്ട്. അവർ ഈ പ്രതിഷേധം ഉള്ളിലേക്ക് കടക്കാൻ അനുവദിക്കില്ല എന്ന് തന്നെയാണ് BJP പ്രവർത്തകർ പറയുന്നത്. അതോടൊപ്പം BJP നേതാക്കളും ഇവിടെ എത്തിയിട്ടുണ്ട്. BJP ജില്ലാ പ്രസിഡന്റ് അടക്കം AK അനീഷ് കുമാർ അടക്കം ഈ പ്രതിഷേധത്തിൽ അണിനിരക്കുന്നുണ്ട്. എന്തായാലും ഒരു സംഘർഷാവസ്ഥ തന്നെയാണ് സ്ഥലത്തുള്ളത്. ഈ ഒരു വിഷയം, അതായത് ഈ ചാണകവെള്ളവുമായി പ്രധാനമന്ത്രി പ്രസംഗിച്ച ആ ഒരു വേദിക്ക് അരികിലേക്കാണ് ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ എത്തിയത്. സ്ഥലത്ത് പോലീസ് ഈ BJP പ്രവർത്തകർ, അതായത് പ്രതിഷേധിച്ച BJP പ്രവർത്തകരെ തടയുന്ന ഒരു സാഹചര്യമുണ്ടായി. തുടർന്നാണ് ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഉള്ളിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചത്. അതിനെ ശക്തമായി തന്നെ BJP പ്രവർത്തകർ തടയുന്ന ഒരു സാഹചര്യമാണുള്ളത്. എന്തായാലും ഈ യൂത്ത് കോൺഗ്രസിന്റെയും KSUവിന്റെയും പ്രവർത്തകരെ ഈ വടക്കുംനാഥ ക്ഷേത്ര മൈതാനിയിലേക്ക് കയറ്റില്ല എന്ന് തന്നെയാണ് BJPയുടെ തീരുമാനം. അതുപോലെ തന്നെയാണ് പ്രവർത്തകർ ഇപ്പോൾ ഇവിടെ നിന്നും പിരിഞ്ഞു പോയിട്ടില്ല. അവരൊക്കെ തന്നെ. മനോജ്, ഇത്തരത്തിൽ ഈ ചാണകവെള്ളം തളിക്കാൻ ശ്രമിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കണമെന്നല്ല, അപ്പോഴും പോലീസ് തടയുന്നത് BJP പ്രവർത്തകരെയാണ്. തീർച്ചയായും പ്രതിഷേധിച്ച BJP പ്രവർത്തകർക്ക് നേരെയാണ് പോലീസ് ബലം പ്രയോഗിച്ചത്. ഇവിടേക്ക് ചാണകവെള്ളവുമായി വന്ന KSUവിന്റെയോ അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിന്റെയോ പ്രവർത്തകർക്ക് നേരെ പോലീസ് ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. ഇപ്പോഴും ഈ വേദി ഇവിടെ നിന്ന് ആ വേദി പൊളിക്കുന്നതിന് മുമ്പെയാണ് ഇത്തരത്തിലൊരു പ്രതിഷേധവുമായി ഈ KSU അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് എത്തിയത്. എന്നാൽ അവരെ തടയാൻ വേണ്ടി പോലീസ് ഒരു നടപടിയും ഇവിടെ സ്വീകരിച്ചിരുന്നില്ല. ഇത് പ്രതിഷേധിച്ച്, അതായത് ഇവരെ ഉള്ളിലേക്ക് കയറ്റാൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞ BJP പ്രവർത്തകർക്ക് നേരെയാണ് പോലീസ് ബലം പ്രയോഗിച്ചത്. എന്തായാലും ഈ ഒരു നടപടി തികച്ചും ഏകപക്ഷീയമായിട്ട്, അല്ലെങ്കിൽ BJPക്ക് എതിരെ മാത്രമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു നടപടി ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഈ പ്രതിഷേധം അങ്ങനെ തന്നെ തുടരുകയാണ്. എന്തായാലും യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരെ ആരെയും ഈ വടക്കുംനാഥ ക്ഷേത്ര മൈതാനിയിലേക്ക് കയറ്റില്ല എന്ന് തന്നെയാണ് BJP നേതാക്കൾ പറയുന്നത്. ഇത്തരത്തിൽ പവിത്രമായൊരു, അതായത് ചരിത്രത്തിൽ ഇടം നേടിയിട്ടുള്ള ഒരു മഹിളാ സമ്മേളനം നടന്ന വേദിയിലാണ് ഈ ഒരു ചാണകവെള്ളവുമായി ഇവിടേക്ക് ഈ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരെത്തിയത്. കൃത്യമായും ഈ പരിപാടി വിജയിച്ചതിൽ രോക്ഷമുണ്ട്, അല്ലെങ്കിൽ അത്തരത്തിലൊരു കേരളത്തിലൊരു രാഷ്ട്രീയ മാറ്റം കൊണ്ടുവരുവാൻ കണക്കിനുള്ള ഒരു പരിപാടിയായിരുന്നു. ആ പരിപാടിയിൽ രോക്ഷം പൂണ്ട കോൺഗ്രസിന്റെ പ്രവർത്തകരാണ് ഈ ഒരു പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയത്. ഇത്തരത്തിലുള്ള പ്രതിഷേധം ഒരു കാരണവശാലും ഇവിടെ അനുവദിക്കില്ല എന്ന് തന്നെയാണ് BJPയുടെ നിലപാട്. പ്രധാനമന്ത്രി പ്രസംഗിച്ച വേദിക്കരികിലേക്ക് ഒരിക്കലും ഇവരെ കടത്തിവിടില്ല എന്ന് തന്നെയാണ് BJP പ്രവർത്തകർ പറയുന്നത്. എന്തായാലും സ്ഥലത്ത് സംഘർഷാവസ്ഥ തുടരുകയാണ്. മനോജ്, അത് തന്നെയാണ് നമ്മൾ നോക്കിക്കാണേണ്ടത്. കാരണം ഇന്നലെ പ്രധാനമന്ത്രി പ്രസംഗിക്കുമ്പോൾ ഒക്കെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സംസ്ഥാനത്ത് കോൺഗ്രസും ഇടത് വലത് മുന്നണികൾ ഒറ്റക്കെട്ടായിട്ടാണ് പ്രവർത്തിക്കുന്നത്, അഴിമതിയും സ്വജനപക്ഷപാതവുമാണ് ഇവിടെ നടക്കുന്നത്, അതിന് ഇവർ രണ്ടുപേരും കൂട്ടാണ് എന്നൊക്കെ അദ്ദേഹം തുറന്നടിക്കുകയുണ്ടായി. ഒപ്പം വലിയൊരു മാറ്റത്തിനാണ് തൃശ്ശൂർ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. അതിലൊക്കെ തന്നെ വിരളി പൂണ്ടാണ് ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇങ്ങനെ ചെയ്യുന്നുള്ള കാര്യം അത് വ്യക്തം തന്നെയല്ലേ? തീർച്ചയായും കഴിഞ്ഞ ദിവസം തന്നെ പ്രധാനമന്ത്രി സൂചിപ്പിച്ചതുപോലെ ഇടത് വലത് മുന്നണികൾ ഇവിടെ ഒറ്റക്കെട്ടാണ്. അത് BJPക്കെതിരെ അവർ കുപ്രചരണങ്ങൾ അയച്ചുവിടുന്നു. അതുപോലെ തന്നെ BJPയെ ഒറ്റക്കെട്ടായി നിന്ന് ഇവർ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ നോക്കുന്നു. ഇത്തരത്തിൽ വലിയ തരത്തിൽ കേരളത്തിൽ BJPയുടെ വളർച്ചയെ കണ്ട് ഭയപ്പെടുന്ന ഒരു സമൂഹമാണ് ഇത്തരത്തിലൊരു നാടക രംഗവുമായി, അല്ലെങ്കിൽ ഇത്തരത്തിൽ ചാണകവെള്ളവുമായി ഇവിടേക്ക് കടന്നു വരുന്നത്. പ്രധാനമന്ത്രിയെ ഭയപ്പെടുന്ന ഒരു കോൺഗ്രസിന്റെ അണികളാണ് ഇത്തരത്തിലുള്ള വിരളി പൂണ്ടുകൊണ്ട് ഇവിടേക്ക് എത്തുന്നത്. എന്തായാലും ആ ഒരു
പ്രതിഷേധം ഒരിക്കലും നടത്തി കൊടുക്കില്ല എന്ന് തന്നെയാണ് BJPയുടെ നിലപാട്. ഇത്തരത്തിലുള്ള ഈ ഇടതു വലത് മുന്നണികളുടെ ഈ ഒരു അസഹിഷ്ണുത മനോഭാവമാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങളിലേക്ക് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് അവരെ വഴിവെക്കുന്നത്. ഈ ഇടത് വലത് മുന്നണികൾ, അതായത് തൃശ്ശൂർ സംബന്ധിച്ചിടത്തോളം തൃശ്ശൂരിൽ BJPക്ക് വലിയ ഒരു പിന്തുണയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസത്തെ മഹിളാ സമ്മേളനം തന്നെ അതിന് ഉദാഹരണമാണ്. തൃശ്ശൂരിൽ നിന്നടക്കം കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നിരവധി 2 ലക്ഷത്തിലധികം വനിതകളാണ് ഈ ഒരു മഹിളാ സമ്മേളനത്തിൽ പങ്കെടുത്തത്. ആ സമ്മേളനത്തിൽ പങ്കെടുത്ത ദൃശ്യങ്ങളൊക്കെ തന്നെ നമുക്ക് കണ്ടാൽ മനസ്സിലാവും. അത് ഇടതു വലത് മുന്നണികൾക്ക് അസഹിഷ്ണുത ഉണ്ടാക്കിയിരിക്കുന്നു. അവർക്ക് വേണ്ടി, അതായത് അവരുടെയൊക്കെ നവകേരള സദസ്സ് നടന്നപ്പോഴും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസിന്റെയും പരിപാടികൾ ഇത്രയധികം വനിതാ സാന്നിധ്യം ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ ഒരു മഹാസമ്മേളനം നടന്ന ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഒരു പ്രതിഷേധവുമായി ഇവിടേക്ക് യൂത്ത് കോൺഗ്രസ് എത്തുന്നത്. എന്തായാലും BJP പ്രവർത്തകർ ഒന്നാകെ ഇവിടെ എത്തിയിട്ടുണ്ട്. മനോജ്, ഇപ്പോഴും പ്രതിഷേധം തുടരുക തന്നെയാണോ ചെയ്യുന്നത്? പോലീസിന്റെ നിലപാട് ഇപ്പോൾ എങ്ങനെയാണ്? പോലീസ് ഇപ്പോഴും ഇവിടെ നിലകൊള്ളുന്നുണ്ട്. പ്രതിഷേധിക്കുന്ന BJP പ്രവർത്തകർക്ക് നേരെ മാത്രമാണ് പോലീസിന്റെ ഒരു ബലപ്രയോഗം ഉണ്ടാകുന്നത്. KSU കോൺഗ്രസ് പ്രവർത്തകരെ ഇവിടെ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുവാൻ പോലീസ് അനുവദിക്കുന്നുണ്ട്. അതോടൊപ്പം KSUവിന്റെ പ്രവർത്തകർ ഇപ്പോൾ റോഡിലാണ് ഉള്ളത്. മനോജ് തുടരുക. ഇപ്പോൾ യുവമോർച്ച സംസ്ഥാന അധ്യക്ഷൻ പ്രഫുൽ കൃഷ്ണൻ ചേരുന്നുണ്ട്. പ്രഫുൽ, ഇക്കാര്യം താങ്കൾ അറിഞ്ഞിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസംഗിച്ച വടക്കുംനാഥ ക്ഷേത്ര പരിസരം ചാണകവെള്ളം തളിക്കാൻ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പോവുകയാണ്. പോലീസ് അവർക്ക് കൂട്ടുനിൽക്കുകയാണ്. ഇത് തടയാൻ ശ്രമിച്ച BJP പ്രവർത്തകരെയാണ് പോലീസ് അതിക്രമിക്കുന്നത്. നോക്കൂ, ഇന്നലെ നരേന്ദ്രമോദിജിയെ കാണാൻ ശക്തന്റെ മണ്ണിലേക്ക് ഒഴുകിയെത്തിയത് ലക്ഷക്കണക്കിന് ജനങ്ങളാണ്. കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്നേ വരെ ഇത്രയും സ്ത്രീകളുടെ പങ്കാളിത്തമുള്ള ഒരു പരിപാടി ഇവിടെ കോൺഗ്രസിനോ CPM-നോ സംഘടിപ്പിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. കേരള ചരിത്രത്തിൽ ആദ്യമായി സ്ത്രീ മുന്നേറ്റങ്ങളുടെ ചരിത്രത്തിൽ സുവർണ ലിപികളാൽ രേഖപ്പെടുത്തേണ്ട ഒരു പുതിയ ചരിത്രമാണ് ഇന്നലെ സൃഷ്ടിക്കപ്പെട്ടത്. അതിൽ വിളറി പൂണ്ടിട്ടുള്ള ആളുകളാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നോക്കൂ, ഇവിടെ കോൺഗ്രസിനെയാണ് ശുദ്ധീകലശം ചെയ്തിരിക്കുന്നത്. ഇന്ത്യ മഹാരാജ്യത്ത് നിന്ന് ഇത്തരത്തിൽ ചാണകവെള്ളം തളിച്ച് ശുദ്ധിയാക്കപ്പെട്ടിരിക്കുന്നത് കോൺഗ്രസ് ആണ്. കോൺഗ്രസിന്റെ പ്രസക്തി നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇന്നലെ വന്ന ആളുകൾ ഇന്നലത്തെ പരിപാടിയോട് കൂടിയിട്ട് ആകെയുള്ള കോൺഗ്രസിന്റെ ഒരു പച്ചത്തുരുത്ത് അല്ലെങ്കിൽ പച്ചത്തുരുത്ത് എന്നൊക്കെ പറഞ്ഞ് അവശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് കേരളമൊക്കെ തന്നെയാണ്. ഏതാനും സംസ്ഥാനങ്ങൾ മാത്രമേ ഉള്ളൂ. ആ സംസ്ഥാനങ്ങളിലും കോൺഗ്രസിന്റെ നിലതെറ്റുന്നു. കോൺഗ്രസിന്റെ ഭാവി പ്രധാനമന്ത്രി രാഹുൽ ഗാന്ധിക്ക് മത്സരിച്ച് ജയിക്കാൻ പറ്റുന്ന ഒരേ ഒരിടം കേരളമാണ്. ആ കേരളത്തിൽ പോലും കോൺഗ്രസിനും CPM-നും നിലതെറ്റുന്നു എന്ന് മനസ്സിലാക്കുന്ന സമയത്ത് സ്വാഭാവികമായി ഉണ്ടാകുന്ന പ്രതികരണങ്ങളാണ്. ഇതെല്ലാം തന്നെ ജനങ്ങൾ കാണുന്നുണ്ട്. ജനങ്ങൾ പുച്ഛിച്ച് തള്ളും. ഇവിടെ ആരെയാണ് ശുദ്ധീകലശം ചെയ്യാൻ പോകുന്നത്? മോദിജി ഇന്നലെ കൃത്യമായി പറഞ്ഞല്ലോ, എല്ലാം മോദി ഗ്യാരണ്ടി മോദിജി കൊടുത്തത് മാത്രമേ ഈ കേരളത്തിലെ ജനങ്ങൾക്ക് കിട്ടിയിട്ടുള്ളൂ. ഇവിടെ പാചകവാതക കണക്ഷൻ ആയിക്കൊള്ളട്ടെ, വീടുകളായിക്കൊള്ളട്ടെ, ശൗചാലയങ്ങളായിക്കൊള്ളട്ടെ, ഇൻഷുറൻസ് പദ്ധതികളായിക്കൊള്ളട്ടെ, കേരളത്തിൽ ഉണ്ടായിട്ടുള്ള അടിസ്ഥാന വികസനങ്ങൾ മുഴുവൻ നരേന്ദ്രമോദി കൊടുത്തിട്ടുള്ള വികസനങ്ങളാണ്. അല്ലാതെ ഇവിടെ മാറി ഭരിച്ചിരുന്നവർ എന്താണ് കേരളത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളത്? ഒരു കാര്യം ഉണ്ടാക്കിയിട്ടില്ല. അപ്പൊ ഇത് കൃത്യമായി ജനങ്ങളുടെ മുന്നിൽ എണ്ണിപ്പറഞ്ഞപ്പോ കേരളത്തിലെ ജനങ്ങൾ അത് കൈയടിച്ച് നെഞ്ചിലെത്തുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. ഇതാണ് സ്വാഭാവികമായും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം. തീർച്ചയായിട്ടും പ്രഭുകൃഷ്ണ, അത് ഇവർക്ക് കൊള്ളും. കാരണം ഇന്നലെ ലക്ഷക്കണക്കിന് സ്ത്രീകൾ സംഗമിച്ച ആ വേദിയിലിരുന്ന് പ്രധാനമന്ത്രി പറഞ്ഞ ഓരോ വാക്കുകളും ഇവർക്ക് കൊള്ളും. കാരണം സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഇവർ യാതൊന്നും ചെയ്തിട്ടില്ല. അത് കോൺഗ്രസ് ആയിരുന്നാലും CPM ആയിരുന്നാലും ശരി. ആ വാക്കുകളൊക്കെ തന്നെ അതിൽ നിന്നൊക്കെ തന്നെ രക്ഷപ്പെടാൻ, അല്ലെങ്കിൽ പ്രധാനമന്ത്രി പറഞ്ഞ ആ വാക്കുകളിൽ നിന്നൊക്കെ തന്നെ രക്ഷപ്പെടാൻ ഇങ്ങനെയൊക്കെ ചെയ്തേ പറ്റുള്ളൂ അവർക്ക്. തീർച്ചയായിട്ടും ആ ജാള്യത മറക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഞങ്ങൾ ഈ ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ള പൂർണ്ണ ബോധ്യം കോൺഗ്രസിന്റെയും CPM-ന്റെയും ഒക്കെ നേതാക്കന്മാർക്കുണ്ട്. ഇത് കൃത്യമായും BJP-യുടെ ഭരണ നേട്ടങ്ങളെ എണ്ണിപ്പറയുന്ന സമയത്ത് അവർക്ക് കൗണ്ടർ ചെയ്യാൻ സാധിക്കുന്നില്ല, പ്രതിരോധിക്കാൻ സാധിക്കുന്നില്ല. ആ പ്രതിരോധിക്കാൻ സാധിക്കാത്ത സമയത്ത് ഉണ്ടാകുന്ന ജാള്യതയിൽ നിന്നാണ് ഇത്തരത്തിലുള്ള ആഭാസകരമായിട്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ട് ഈ കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും ഒക്കെ പ്രവർത്തകന്മാർ മുന്നോട്ട് പോകുന്നത്. അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിന് എന്ത് പ്രസക്തിയാ ഉള്ളത്? ആ പ്രസ്ഥാനത്തിന്റെ ഇത്രമാത്രം പരിഹസിക്കപ്പെട്ട ഒരു പ്രസ്ഥാനം ഈ ലോകത്തുണ്ടോ? ഇവിടെ വ്യാജ ഐഡന്റിറ്റി കാർഡുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇലക്ഷൻ നടത്തിയിട്ട് അതിന്റെ നേതാവായിട്ട്, അതിന്റെ നേതാക്കന്മാരല്ലേ യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാർ,
അവരാണോ ഈ ചാണകവെള്ളമായിട്ട് ഇറങ്ങിയിരിക്കുന്നത്? ഒരു യുവജന പ്രസ്ഥാനത്തിന്റെ വിശ്വാസ്യത തന്നെ ചോദ്യം ചെയ്ത് കഴിഞ്ഞില്ലേ? ആ പ്രസ്ഥാനത്തിന് എന്ത് പ്രസക്തിയുള്ളത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ? വ്യാജ ആധാർ കാർഡുകളും ഇലക്ഷൻ ID കാർഡുകളും ഒക്കെ ഉണ്ടാക്കിക്കൊണ്ട് ഇലക്ഷൻ നേരിട്ടുകൊണ്ട് എന്നിട്ട് അതിൽ ജയിച്ചുകൊണ്ട് തലപ്പത്തിരിക്കുന്ന നേതാക്കന്മാർ, അത്തരം നേതാക്കന്മാരുടെ പിന്നെ പാർട്ടിയല്ലേ യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്നത്? അപ്പോ ഇതൊക്കെ ജനങ്ങൾ കാണുന്നുണ്ട്, കേരളത്തിലെ ജനങ്ങൾ കാണുന്നുണ്ട്, പ്രബുദ്ധരായിട്ടുള്ള ജനങ്ങളാണ്. ഇക്കാലത്തും ഈ കേരളത്തിലെ ജനങ്ങളെ പറ്റിക്കാനൊന്നും പറ്റില്ല. BJP എന്താണ് എന്നുള്ളത് കൃത്യമായും കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കുന്നു. ഇന്നലെ ശക്തന്റെ മണ്ണിൽ ആ വേദി നമ്മൾ കണ്ടല്ലോ. ആ വേദിയിൽ സാധാരണക്കാരായിട്ടുള്ള സ്ത്രീകൾ മുതൽ ശോഭന കടന്നു വരുന്നു, വീണ കണ്ണൻ കടന്നു വരുന്നു, മിന്നുമണി കടന്നു വരുന്നു. ഈ സമസ്ത മേഖലകളിലും പെട്ട സ്ത്രീ പ്രാതിനിധ്യം ആ വേദിയിൽ ഉണ്ടായിരുന്നു. അത്ര പ്രൗഢഗംഭീരമായിരുന്നു ആ സദസ്സ്. കേരളത്തിലെ മറ്റേത് രാഷ്ട്രീയ പാർട്ടിക്ക് അവകാശപ്പെടാൻ വരും അത്തരത്തിലുള്ള ഒരു മുന്നേറ്റം. ലക്ഷക്കണക്കിന് വരുന്ന സ്ത്രീകൾ പൊരിവെയിലത്ത് നരേന്ദ്രമോദിജിയെ കാത്തിരിക്കുകയാണ്. സ്ത്രീകൾ നരേന്ദ്രമോദിജി വരുമ്പോൾ ആഹ്ലാദം കൊണ്ട് നൃത്തം ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇത് കേരള ചരിത്രത്തിൽ ഇന്നേ വരെ ഉണ്ടായിട്ടുണ്ടോ? ആ വലിയൊരു മാറ്റത്തിന് കേരളം സാക്ഷ്യം വഹിക്കുകയാണ്. ആ വലിയൊരു മുന്നേറ്റത്തിന് തൃശ്ശൂർ ശക്തന്റെ മണ്ണിൽ നിന്ന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. അതാണ് ഈ പറയുന്ന കോൺഗ്രസ്സുകാരനെ വിളറി പിടിപ്പിച്ചിരിക്കുന്നത്. ഇവര് ചാണകവെള്ളം തളിച്ച് ശുദ്ധീകരിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇന്ത്യ മഹാരാജ്യത്ത് നിന്ന് ഈ പറയുന്ന കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ ശുദ്ധീകരിച്ച് ഈ ജനങ്ങൾ ഇല്ലാതാക്കി കഴിഞ്ഞിരിക്കുന്നു. ആ പറയുന്ന ബാക്ടീരിയ ഇന്ത്യ മഹാരാജ്യത്ത് നിന്ന് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. അത് കോൺഗ്രസ്സുകാർ മറക്കണ്ട. ശരി ശരി, വളരെ നന്ദി ശ്രീ പ്രബുൽ കൃഷ്ണ. പ്രതികരിച്ചതിലേക്ക് മനോജിലേക്ക് തന്നെ പോവുകയാണ്. മനോജ്, ഈ ജാള്യത ഇപ്പം നേരത്തെ പ്രബുൽ കൃഷ്ണ പറഞ്ഞതുപോലെ പലതിൽ നിന്നും മറച്ചു വെക്കുന്നതിന്, പല ജാള്യതകളും മറച്ചു വെക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരം പ്രവർത്തനങ്ങൾ മറ്റ് കോൺഗ്രസ് പോകുന്നത് നമുക്ക് നേരത്തെ തന്നെ അറിയാം. കാരണം ഈ പ്രധാനമന്ത്രി വരുന്നതിന് മുൻപായിട്ട് തന്നെ ഈ ഫ്ലെക്സുകൾ സ്ഥാപിച്ചതുവരെ ഇളക്കി മാറ്റുവാൻ ശ്രമിച്ച ഒരു സർക്കാരാണ് നമ്മുടെ കീഴിലുള്ളത്. അപ്പോൾ പിന്നെ ഈ നാട്ടിൽ ഇതല്ലാതെ മറ്റൊന്നും നടക്കില്ല, ഇതൊക്കെ തന്നെ വേണം പറയാനായിട്ട്. പക്ഷേ ഇതിൽ BJP കർശനമായിട്ട് ഇതിന് പ്രതികരിക്കുന്നുണ്ട്, BJP പ്രവർത്തകരടക്കം പ്രതികരിക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴും നിലപാട് മാറ്റാതെ ഈ ചാണകവെള്ളം തെളിക്കാൻ പോകുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ സംരക്ഷിക്കുന്ന പോലീസിന്റെ ഒരു നിലപാട്, അതാണ് നമ്മളിവിടെ എടുത്തു പറയേണ്ടത്. ഈ സമ്മേളനത്തിന്റെ ആദ്യഘട്ടം മുതൽ തന്നെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഈ കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നുണ്ടായി. അതായത് ആദ്യം ഈ പ്രചരണ ബോർഡുകൾ സ്ഥാപിച്ചിരുന്നു. ആ പ്രചരണ ബോർഡുകൾ എടുത്തു മാറ്റുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. എന്നാൽ അതിനെതിരെ ശക്തമായിട്ട് തന്നെ BJP പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു. പിന്നീട് ഈ ജീവനക്കാരെ കൊണ്ട് തന്നെ കോർപ്പറേഷന്റെ വിവിധ ഭാഗങ്ങളിൽ ഈ ഫ്ലെക്സ് ബോർഡുകൾ കെട്ടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഈ സമ്മേളനത്തിന് ശേഷം ഇത്തരത്തിലൊരു പ്രതിഷേധവുമായി അടുത്ത യൂത്ത് കോൺഗ്രസ് ഇവിടേക്ക് എത്തുന്നു. എന്തായാലും ഇവർക്ക് രണ്ടുപേർക്കും, രണ്ട് വിഭാഗത്തിനും സംരക്ഷണം ഒരുക്കുന്ന ഒരു നിലപാടാണ് പോലീസ് സ്വീകരിച്ചു വരുന്നത്. ആ പോലീസ് ഇവിടെ സംഘർഷം ഉണ്ടായാൽ പോലും, അതായത് യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉള്ളിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചാൽ പോലും പോലീസ് കൃത്യമായി അവരെ തടയാൻ ശ്രമിക്കുന്നില്ല. അത് പ്രതിരോധിക്കുന്ന BJP പ്രവർത്തകർക്ക് നേരെയാണ് പോലീസ് ഇത്തരത്തിൽ ബലപ്രയോഗം നടത്തുന്നത്. എന്തായാലും ഈ ഒരു പ്രതിഷേധം, അതായത് എത്തരത്തിലൊക്കെ ഈ BJP അല്ലെങ്കിൽ ഈ സമ്മേളനത്തെ മോശമാക്കി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നു, അതിനൊക്കെ കൃത്യമായി പ്രതികരിക്കുവാൻ വേണ്ടി BJP പ്രവർത്തകർ ഇവിടെ തന്നെയുണ്ട്. അവർ ഒരു തരത്തിലുള്ള, അതായത് ഈ വടക്കുന്നാഥ ക്ഷേത്ര മൈതാനിയിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പ്രവേശിപ്പിക്കില്ല എന്നുള്ള ശക്തമായിട്ടുള്ള തീരുമാനമെടുത്തുകൊണ്ടാണ് ഇവിടെ BJPയുടെ നേതാക്കളൊക്കെ അണിനിരന്നിരിക്കുന്നത്. എന്തായാലും ഈ ഒരു പ്രതിഷേധത്തിന് കുടപിടിക്കുന്ന ഒരു സാഹചര്യമാണ് പോലീസിന്റേത്. കാരണം മനോജ്, വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് നീങ്ങുകയാണോ? ഈ ശബ്ദങ്ങൾ, ഈ ദൃശ്യങ്ങളിൽ നിന്നൊക്കെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെ തന്നെയാണ്. തീർച്ചയായും BJP പ്രവർത്തകർ വടക്കുന്നാഥ ക്ഷേത്ര മൈതാനിയിൽ തന്നെയുണ്ട്. പുറത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുണ്ട്. അവരെ ഉള്ളിലേക്ക് കയറ്റില്ല എന്ന് തന്നെയാണ് BJP പ്രവർത്തകർ പറയുന്നത്. അതോടൊപ്പം തന്നെ പോലീസ് ഈ രണ്ടുപേർക്കും ഇടയിൽ നിന്നുകൊണ്ട് ഈ BJP പ്രവർത്തകർക്ക് നേരെ മാത്രം ഒരു അവരെ തടയുന്ന ഒരു സമീപനമുണ്ട്. വെളിയിൽ നിൽക്കുന്ന അല്ലെങ്കിൽ അകത്തേക്ക് തള്ളിക്കയറാൻ ശ്രമിക്കുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ പോലീസിന്റെ ഭാഗത്തു നിന്നും കൃത്യമായ ഒരു നടപടിയും ഉണ്ടാകുന്നില്ല. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ അവർ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ കൃത്യമായിട്ടും പ്രതിരോധിക്കുമെന്ന് തന്നെയാണ് BJP പറയുന്നത്. അതോടൊപ്പം തന്നെ BJPയുടെ നേതാക്കളും ഇവിടെ വ്യക്തമാക്കുന്നുണ്ട്. കാരണം ഇത്രയധികം വലിയൊരു മഹിളാ സമ്മേളനം നടക്കുമ്പോൾ അതിലെ അസഹിഷ്ണുത കൊണ്ട് ഇങ്ങനെയൊക്കെ ഒരു പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ് തിരിക്കുന്നു. ആ യൂത്ത് കോൺഗ്രസിന് കുടപിടിക്കുന്ന സമീപനം പോലീസ് സ്വീകരിക്കുന്നു. ഈ സമരം ഇവിടെ നടക്കില്ല എന്ന് തന്നെയാണ്, അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ചാണകവെള്ളവും കൊണ്ട് ഈ ക്ഷേത്ര മൈതാനിയിലേക്ക് പ്രവേശിക്കാൻ അവരെ അനുവദിക്കുന്നില്ല എന്ന് തന്നെയാണ് BJP വ്യക്തമാക്കുന്നത്. എന്തായാലും ഈ ഒരു സംഘർഷാവസ്ഥ ഇവിടെ തുടരുകയാണ്.
BJP പ്രവർത്തകർ ഇവിടെ ഈ വടക്കുംനാഥ ക്ഷേത്ര മൈതാനിയിൽ തന്നെ ശക്തമായി പ്രതിരോധം തീർത്തുകൊണ്ട് ഇവിടെയുണ്ട്. അതോടൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ ഈ റോഡിന്റെ ഭാഗങ്ങളിലായി ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. എന്തായാലും ഈ ഒരു സമയത്ത് പോലീസ് കൃത്യമായ ഒരു നിലപാടെടുക്കാൻ തയ്യാറാവണമെന്ന് തന്നെയാണ് BJP പ്രവർത്തകരും പറയുന്നത്. കാരണം ഈ സമ്മേളന വേദിയിലെ ഒരുക്കങ്ങൾ അതൊക്കെ അഴിച്ചുമാറ്റി കഴിഞ്ഞിട്ട് പോലുമില്ല. കാരണം ഈ വേദി ഇപ്പോഴും ഇവിടെ നിൽക്കുകയാണ്. ആ വേദിയിലെ മറ്റ് അഴിച്ചുമാറ്റുന്ന കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇങ്ങോട്ട് വരുന്നത്. അവരെ ഉള്ളിലേക്ക് കടത്തിവിടുവാൻ വേണ്ടി ആദ്യം പോലീസ് അവർക്ക് വേണ്ട സൗകര്യം ഒരുക്കി കൊടുക്കുകയായിരുന്നു. അതിനുശേഷം BJP പ്രവർത്തകർ ഇവിടെ എത്തിയതോടെയാണ് അവരെ ഉള്ളിലേക്ക് പ്രവേശിക്കാതായത്. എന്തായാലും ഈ ഒരു പ്രതിഷേധം ഇവിടെ നടക്കുന്ന സമയത്ത് BJPയുടെ ജില്ലാ നേതാക്കളടക്കം ജില്ലാ പ്രസിഡന്റ് അടക്കം ഇവിടെ പ്രതിരോധം തീർത്തുകൊണ്ട് മുന്നിൽ തന്നെയുണ്ട്. എന്തായാലും ഈ ഒരു പ്രതിഷേധം ഇത്തരത്തിലുള്ള നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളത്തിലെ ഇടത് വലത് മുന്നണികളുടെ അസഹിഷ്ണുതാ മനോഭാവമാണ്. അതുപോലെ തന്നെ പലതും മറച്ചുവെക്കുവാനുള്ള ജാള്യത മറച്ചുവെക്കുവാനുള്ള ഒരു കാര്യമായാണ് ഇത്തരത്തിലുള്ള സംഭവ വികാസങ്ങളുമായി ഇറങ്ങുന്നത്. എന്തായാലും ഈ ഒരു പ്രതിഷേധം ഇവിടെ ഇപ്പോൾ ഈ തൃശൂർ നായ്ക്കനാലിന്റെ പരിസരത്താണ്. അതായത് പ്രധാനമന്ത്രി പ്രസംഗിച്ച ആ വേദിയുടെ പുറകിലായാണ് ഇപ്പോൾ ഈ ഒരു പ്രതിഷേധം നടക്കുന്നത്. ആ പ്രതിഷേധം എന്ന് പറയാൻ സാധിക്കില്ല. കാരണം ഇത്തരത്തിലൊരു ജാള്യത മറയ്ക്കുവാനുള്ള ഒരു പ്രവർത്തനമായി. മനോജ് തുടരുക. ഇപ്പോൾ അഡ്വക്കേറ്റ് നിവേദിത കൂടി ചേരുന്നുണ്ട് പ്രതികരിക്കുവാൻ വേണ്ടിയിട്ട്. ശ്രീ നിവേദിത, ഇന്നലെ നമ്മൾ കണ്ടതാണ് 2 ലക്ഷത്തിലധികം സ്ത്രീകളാണ് തേക്കിൻകാട് മൈതാനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം ചേർന്നതും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേട്ടതും. അതിലൊക്കെ തന്നെ ഒരു അസഹിഷ്ണുത ഉണ്ടാവുക എന്നുള്ളത് തീർച്ചയായിട്ടും ഉണ്ടാകും. അത് പ്രത്യേകിച്ച് ഈ യൂത്ത് കോൺഗ്രസ്സിന് എന്ത് ധൈര്യമാണുള്ളത്? നാണം കെട്ട് തലകുനിക്കാൻ പോലും തലകുനിച്ച് നിൽക്കുന്നതാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തനം എന്ന് പറയുന്നത്. വ്യാജ ID കാർഡ് വരെ നിർമ്മിച്ചവരാണ് ഇത്തരത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസംഗിച്ച വടക്കുംനാഥ ക്ഷേത്ര പരിസരം ചാണകവെള്ളം കൊണ്ട് തളിക്കാൻ പോകുന്നതും. നോക്കൂ, ഇതില് ഇവരുടെ സ്ത്രീ വിരുദ്ധത കൂടിയാണ് തെളിയുന്നത്. ഇത്രയും ചരിത്രപരമായിട്ടുള്ള ഒരു സമ്മേളനം, അവിടെ സ്ത്രീകളുടെ സമ്മേളനം നടക്കുമ്പോ ആ നടക്കുന്ന സ്ഥലത്ത് ഇവര് ചാണകവെള്ളം തെളിക്കുമ്പോ ഇവരാണ് ആദ്യം സ്വന്തം മനസ്സുകളിലേക്ക് ഈ എന്താ പറയാ സ്ത്രീ വിരുദ്ധത മാറാൻ വേണ്ടിയിട്ട് ചാണകവെള്ളമല്ല അതിലും വലിയ എന്തെങ്കിലും കിട്ടുമോ എന്ന് നോക്കണം. ലോകത്തിൽ എവിടെയെങ്കിലും അങ്ങനെ എന്തെങ്കിലും പരിശുദ്ധമാക്കാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഒന്നുണ്ടെങ്കിൽ ഇവരുടെ മനസ്സിലെ ഈ കാലുഷ്യം അല്ലെങ്കിൽ അസഹിഷ്ണുത മാറ്റുവാനുള്ള മരുന്ന് കണ്ടെത്തി അവർ ചികിത്സ ചെയ്യണം എന്നുള്ളതാണ് എനിക്കിപ്പോ പറയാനുള്ളത്. ഇത്രയും സ്ത്രീ വിരുദ്ധതയോ? ഒരു പ്രധാനമന്ത്രി വന്ന് ഇവിടത്തെ മഹിളകളെ അഭിസംബോധന ചെയ്തതിൽ ഇത്രയധികം ഇവർക്ക് അസഹിഷ്ണുത ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് സ്ത്രീകളോടുള്ള അവരുടെ മനോഭാവമാണ് വ്യക്തമാക്കുന്നത്. ഇത്രയും മോശമായിട്ടുള്ള ഒരു സമീപനം സ്വീകരിക്കുന്ന യൂത്ത് കോൺഗ്രസിനോടൊപ്പമല്ല ഇവിടുത്തെ സ്ത്രീ സമൂഹം എന്നുള്ളത് പറയാൻ ആഗ്രഹിക്കുകയാണ്. പ്രത്യേകിച്ച് അവർക്ക് നല്ലോണം വിഷമമുണ്ടാവും. അവരുടെ ഭാഗത്ത് നിന്ന് ഇതുവരെയും പ്രവർത്തിച്ച് അവർക്ക് വോട്ട് നൽകിയ നിരവധിയായിട്ടുള്ള അമ്മമാരെ കഴിഞ്ഞ ദിവസം സമ്മേളന നഗരിയിലേക്ക് ഒഴുകിയെത്തി. കാരണം എന്താ? അവർക്കറിയാം അവരുടെ MP അല്ലെങ്കിൽ അവർക്ക് വാഗ്ദാനം നൽകിയ പഴയ കോൺഗ്രസിന്റെ നേതാക്കളൊക്കെ ഏത് തരത്തിലാണ് അവരെ ചൂഷണം ചെയ്തത് എന്ന് അവർക്ക് നന്നായി അറിയാം. അതുകൊണ്ട് ഇനിയുള്ള കാലം അവർ മോദിക്കൊപ്പം തന്നെ നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഇവരാര് വിചാരിച്ചാൽ അതിനെ തടയാൻ സാധിക്കില്ല. ഇടതിനും വലതിനും എന്തൊക്കെ കളിച്ചാലും നാളത്തെ കേരളം ഈ മോദിക്കൊപ്പം തന്നെ ആയിരിക്കും എന്നുള്ളതിൽ സംശയമില്ല. നിവേദ, ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. കാരണം ഈ കേരളത്തിൽ കൊച്ചുകുട്ടികൾ പോലും സുരക്ഷിതരല്ല. പിച്ച് ചീന്തി കൊലപാതകങ്ങൾ വരെ നടക്കുന്ന ഒരു സംസ്ഥാനം. അതിൽ പിന്നിൽ നോക്കിക്കഴിഞ്ഞാൽ എത്തരത്തിലുള്ള ഇടത് വലത് നേതാക്കൾ തന്നെയാണ് അതിൽ പ്രവർത്തിച്ചിട്ടുള്ളത്. DYFIക്കാരായിരുന്നു, യൂത്ത് കോൺഗ്രസ്സുകാരായിരുന്നു, എല്ലാവരും ഉൾപ്പെടുന്നു. അതുകൊണ്ട് തന്നെയാണ് മോദി ഗ്യാരണ്ടി സ്ത്രീ സുരക്ഷയ്ക്കാണെന്ന് പറയുമ്പോൾ ഇവർ അതിൽ അസഹിഷ്ണുത പ്രവർത്തിക്കുക തന്നെ ചെയ്യും. അന്നൊന്നും ഇല്ലാത്ത വെപ്രാളമാണ് ഇപ്പോ. അതിലൊന്നും പ്രതികരിക്കാൻ ശേഷിയില്ലാത്ത കെൽപ്പില്ലാത്തവര് ഇന്ന് ഈ ഒരു ഏറ്റവും വലിയൊരു സമ്മേളനം നടത്തിയപ്പോൾ അതിനെതിരെ പോലും പ്രവർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കില്ലേ ഇവരൊക്കെ എത്രത്തോളം സ്ത്രീ പീഡകരോടൊപ്പമാണ് നിൽക്കുന്നത്. വേട്ടക്കാരെ സംരക്ഷിക്കാനുള്ള നിലപാടല്ലേ കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റുകാരായാലും ഈ LDF ആയാലും UDF ആയാലും സ്വീകരിച്ചിട്ടുള്ളത്. സൂര്യനെല്ലിയും വിതുരയും അതുപോലെ തന്നെ നിരവധിയായിട്ടുള്ള സംഭവങ്ങളും ഇവിടെ ഉണ്ടായതല്ലേ. ഇതിലെ പല നേതാക്കന്മാർക്കും അതിൽ പങ്കുണ്ട് എന്ന് തെളിഞ്ഞതല്ലേ. ഇത്രയുമൊക്കെ കാര്യങ്ങൾ ഇവിടെ സംഭവിച്ചിട്ടും ഇവിടെ വേട്ടക്കാര് സുരക്ഷിതരായിട്ട് വീണ്ടും വിലസുന്നുണ്ടെങ്കിൽ അതിന് കാരണം എന്താ? ഇവിടെ ഈ സ്ത്രീ സമൂഹത്തെ എപ്പോഴും മാറ്റി നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോയി, അല്ലെങ്കിൽ അവരെയൊക്കെ അടിമകളാക്കിക്കൊണ്ട് മുന്നോട്ട് പോയി, അവരെ ചൂഷണം ചെയ്ത് മുന്നോട്ട് പോയി അധികാരത്തിൽ തുടരാമെന്നുള്ള ഹുങ്കുകൊണ്ടല്ലേ. പക്ഷെ സ്ത്രീ സമൂഹം അവർക്ക് ഇന്ന് ഒരു സന്ദേശം നൽകിയിരിക്കുകയാണ്, ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണെന്നല്ലേ.
എല്ലാ കാലവും ഇങ്ങനെ അടിമകളാക്കിക്കൊണ്ട് അവരെ ചൂഷണം ചെയ്തുകൊണ്ട് വേട്ടക്കാർക്ക് മാത്രം സഹായം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നുള്ള സന്ദേശം നൽകിയിരിക്കുകയാണ്. ഇതിൽ വിരളി പോയിട്ടാണ് ഈ യൂത്ത് കോൺഗ്രസിന്റെ ഈ എന്താ പറയാ ഒന്നിനും കൊള്ളാത്ത നട്ടലില്ലാത്ത അല്ലെങ്കിൽ തല ഉയർത്തി നടക്കാൻ പോലും അർഹതയില്ലാത്തവർ കടന്ന് കാട്ടിക്കൂട്ടുന്നത് ഇവിടെ. ഇവർക്ക് വേട്ടക്കാർക്കൊപ്പം നിന്ന് സംസാരിക്കാനേ അറിയുള്ളൂ. ഇരകൾക്ക് വേണ്ടി, സാധാരണക്കാരായിട്ടുള്ള സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കാൻ ഇവർക്ക് സാധിക്കില്ല. അവരോടൊപ്പം നിൽക്കാൻ ഒരിക്കലും അവർ ശ്രമിച്ചിട്ടുമില്ല. അതുകൊണ്ട് ഇപ്പൊ ജനം മനസ്സിലാക്കിയിരിക്കുക, സ്ത്രീ സമൂഹം മനസ്സിലാക്കിയിരിക്കുക ആരാണ് അവരുടെ സംരക്ഷകരെന്ന്. അതുകൊണ്ട് സ്ത്രീ സമൂഹം ഇനി മുതൽ മോദിക്കൊപ്പം, ഭാരതീയ ജനതാ പാർട്ടിക്കൊപ്പം നിൽക്കും എന്ന് നമുക്ക് ഉറപ്പുണ്ട്. അത് അവർക്ക് വിരളി ഉണ്ടാക്കിയിരിക്കുകയാണ്. അവർ വിരളി കൊണ്ട് ഇത്തരം കാര്യങ്ങൾ നടത്തുമ്പോൾ ഇവിടുത്തെ നിയമപാലകരോട് കൂടി പറയാനുണ്ട്, ഇത്തരം കോപ്രായങ്ങൾക്ക് കൂട്ടുനിൽക്കുകയാണ് അവര് ഇനിയുമെങ്കിൽ ഇവിടുത്തെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ആളുകൾക്ക് മിണ്ടാതിരിക്കാൻ സാധിക്കില്ല. അത് വലിയൊരു ആപത്തിലേക്ക് ഈ കേരളത്തിലെ കൊണ്ടെത്തിക്കും. അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഇവിടുത്തെ ആഭ്യന്തരം കൈയാളുന്നവർക്ക് അതിനുള്ള കഴിവില്ല എന്നറിയാം. നിയമപാലകർ അവരുടെ നിയമം പാലിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഉണ്ടാവണം. അതല്ലെങ്കിൽ അവർക്ക് ഇനിയുള്ള കാലം പ്രവർത്തിക്കാൻ ഈ കാക്കിയും ഒക്കെ ഉണ്ടായിട്ടും കാര്യം ഉണ്ടാവില്ല. എല്ലാവരും കൂടി കയറി അവരുടെ നിയമപാലകരുടെ തലയിൽ കയറി നിരങ്ങുന്ന ഒരു കാഴ്ച നമുക്ക് കാണേണ്ടി വരും. അതുകൊണ്ട് അവർ നിയമപാലകരായിട്ട് പ്രവർത്തിക്കുക. ഇവിടുത്തെ സ്ത്രീ സമൂഹത്തിന് വേണ്ടി നരേന്ദ്രമോദി സർക്കാർ ചെയ്തിട്ടുള്ള നിരവധിയായിട്ടുള്ള പദ്ധതികളുടെ ഗുണഫലം അനുഭവിക്കുന്ന സ്ത്രീകളുണ്ട്. അവർക്ക് അതിന്റെ നന്ദി പ്രകാശിപ്പിക്കാൻ അവര് കഴിഞ്ഞ ദിവസം അവിടെ തടിച്ചുകൂടി. അതറിയാവുന്ന നിരവധിയായിട്ടുള്ള ആളുകള് ഇവിടെ നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതികളെ കുറിച്ച് അറിയുന്നവർ, അവരുടെ ഗുണഭോക്താക്കള് അവിടെ തടിച്ചുകൂടി. ഇതിലെന്താ ഇവർക്ക് ഇത്ര ബുദ്ധിമുട്ട്? ഇതിനൊക്കെ ഇതിനൊക്കെ ഇവരൊക്കെ വളം വെച്ച് കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ ഇവിടെ കുത്തഴിഞ്ഞൊരു ഭരണ സംവിധാനമുണ്ട്. നോക്കൂ ശ്രീ അഡ്വക്കേറ്റ് നിവേദിത, ഇപ്പോൾ ഈ സംഘർഷം നടക്കുന്നയിടത്തു പോലും ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ തടയുന്നതിനു പകരം പോലീസ് ചെയ്യുന്നതാകട്ടെ BJP പ്രവർത്തകർ ഈ സംഘർഷ സ്ഥലത്തേക്ക് അല്ലെങ്കിൽ ഈ ചാണകവെള്ളം തളിക്കാൻ പോകുമ്പോൾ, യൂത്ത് കോൺഗ്രസ് ചാണകവെള്ളം തളിക്കാൻ പോകുമ്പോഴേക്കും BJP പ്രവർത്തകരോടെ എത്തി അവർക്ക് നേരെയാണ് കയർത്ത് സംസാരിക്കുകയും അവരെയാണ് ആക്രമിക്കുകയും ചെയ്യുന്നത് പോലീസും. അത് തന്നെയാണ് സൂചിപ്പിച്ചത്. ഈ നിയമപാലകരെ നിയമം സംരക്ഷിക്കാനാണോ അതോ മോദിക്കെതിരെ അതല്ലെങ്കിൽ പ്രധാനമന്ത്രിക്കെതിരെ അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിനെതിരെ പ്രവർത്തിക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കാനാണോ ഇവിടെ നിൽക്കുന്നത് എന്ന് സംശയം തോന്നുകയാണ്. അതില് LDFന്റെ ഒരു കിങ്കരന്മാരായിട്ട് പ്രവർത്തിക്കുന്നത് രണ്ടും കൂടി ഒന്നിച്ചാണല്ലോ ഇപ്പോ എല്ലായിടത്തും. അത് അധികം നാള് നിൽക്കില്ല. ഇവർക്കൊക്കെ നിയമപാലകർക്ക് പോലും ഇവിടെ അവരെ എത്ര കാലം അടിമകളായിട്ട് തുടരാൻ പറ്റും? അവർക്ക് ഒരു നിലനിൽപ്പില്ലാത്ത അവസ്ഥ അവർക്ക് തന്നെ സംജാതമാകും. അപ്പോ ഭാരതീയ ജനതാ പാർട്ടിയുടെ പിന്നാലെ വന്നിട്ട് കാര്യമില്ല. ഇപ്പൊ നിയമം സംരക്ഷിക്കാൻ അവർ തയ്യാറാവണം. അവിടെ ഒരു ഇത്രയും വലിയൊരു സമ്മേളനം നടന്നു, ശരിയാണ്. പ്രതിഷേധിക്കാൻ അവസരവും അവകാശവും ഒക്കെ നൽകുന്ന ഒരു ഭരണഘടനയുണ്ട്, ശരിയാണ്. പക്ഷേ ഇതൊരു മഹിളാ സമ്മേളനം, പ്രധാനമന്ത്രി പങ്കെടുത്ത ഒരു പരിപാടിയാണ് അവിടെ നടന്നത്. അതിൽ എന്ത് പ്രതിഷേധമാണ് ഇവർക്ക് യൂത്ത് കോൺഗ്രസിന് ഉണ്ടാവേണ്ടത്? ഏത് കാര്യത്തിലാണ് അവർ നരേന്ദ്രമോദിയെ ഇത്തരത്തിലൊരു സ്ത്രീ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വന്ന നരേന്ദ്രമോദിജിയെ, പ്രധാനമന്ത്രിയെ, ലോകാരാധ്യനായിട്ടുള്ള ഒരു പ്രധാനമന്ത്രി ഈ തരത്തിൽ എതിർക്കാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായത് എന്ന് അവർ വ്യക്തമാക്കണം. അവരുടെ കാലത്ത്, അതായത് കോൺഗ്രസ് ഭരിച്ചിരുന്ന കാലത്ത് ഉണ്ടായിട്ടുള്ള അത്രയും നമുക്കറിയാം. സ്ത്രീകൾ സമൂഹത്തിന് നേരെ ഉണ്ടായിട്ടുള്ള വെല്ലുവിളികൾ അത്രയും, അതിനൊക്കെ കാരണക്കാരായിട്ടുള്ളവരെ എന്ത് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോഴത്തെ ഈ കേന്ദ്ര സർക്കാരിനെ അപമാനിക്കാൻ വേണ്ടിയിട്ട് അർഹതയുള്ളവരായിട്ട് പറയുന്നത്? അത് ഇവിടുത്തെ പൊതുസമൂഹം ചോദിക്കും. അത് അവർക്ക് നല്ല നിശ്ചയം ഉണ്ടാവും. വരും ദിവസങ്ങളിൽ അത് വ്യക്തമാക്കും. ഇവിടുത്തെ ജനങ്ങൾ എങ്ങനെയാണ് ഇവരുടെ ഈ നടപടിയെ അവർ സ്വീകരിച്ചതെന്ന് വരും ദിവസങ്ങളിൽ അവർക്ക് വ്യക്തമാകും. ശരി, വളരെ നന്ദി ശ്രീ അഡ്വക്കേറ്റ് നിവേദിത പ്രതികരിച്ചതിൽ. എന്തായാലും ഈ അസോഷണതയൊന്നും തന്നെ ഇവിടെ വില പോകില്ല എന്നുള്ളൊരു കാര്യം ഉറപ്പു തന്നെയാണ്.